വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇത് ഇൻഫിനിക്സ് നോട്ട് 40 പ്രോ 5G സ്മാർട്ട് ഫോണാണ്. ഇന്ത്യയിൽ ഇറങ്ങിയിട്ട് ഏകദേശം 2 മാസത്തിന് മുകളിലായി. ഈ അടുത്ത കാലത്താണ് ഖത്തറിൽ ഒഫീഷ്യലായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം 14 ദിവസത്തിന് മുകളിലായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യൂസർ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടാവുക. മാത്രമല്ല ഒരു പബ്ജിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ എന്നുള്ള രീതിയിലുള്ള ബോക്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അപ്പം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എനിവേ നമുക്ക് ആ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാവുന്നതാണ്. വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക. ചാനൽ വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ചോളി. അപ്പോൾ സമയം കളയേണ്ട, നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സ്മാർട്ട് ഫോൺ കൂടാതെ ബോക്സിനകത്ത് 45 വാട്ടിൻ്റെ ഒരു ചാർജർ അഡാപ്റ്റർ വരുന്നുണ്ട്. ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിളാണ് വരുന്നത്. ടൈപ്പ് സി ഇയർഫോൺ ഈ ഒരു സ്മാർട്ട് ഫോൺ അപ്പോൾ ലഭിക്കുന്നുണ്ട്. പിന്നീട് ഒരു മാക് പാഡ്, അതുപോലെ തന്നെ ഒരു മാക് കേസും വരുന്നുണ്ട്. ഈ ഒരു മാക് കേസിൽ ഈ ഒരു മാക് പാഡ് യൂസ് ചെയ്യുന്നുണ്ട്. വയർലെസ് ആയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോൺ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് നമുക്കൊരു ഗ്ലാസ് പ്രൊട്ടക്ഷനും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിനൊപ്പം ലഭിക്കുന്നുണ്ട്. ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടൈറ്റാൻ ഗോൾഡിലും ബ്ലാക്കിലും ബാക്ക് പാനൽ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് മെറ്റീരിയലും വിൻറ്റേജ് ഗ്രീനിലും ബാക്ക് പാനൽ യൂസ് ചെയ്തിരിക്കുന്നത് വീഗൻ ലെതർ മെറ്റീരിയലാണ് വരുന്നത്. ഈ ഒരു ടൈറ്റാൻ ഗോൾഡിൻ്റെ പിറകുവശത്തായിട്ട് നല്ല രീതിയിലൊരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. കേർവ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ് ബാക്ക് പാനലും അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബോഡി ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ രീതിയിലൊരു ബോക്സി ആയിട്ടുള്ള ഡിസൈനാണ്. ക്യാമറ മൊഡ്യൂൾ വരുന്ന അല്പം ബൾജായിട്ട് നിൽക്കുന്ന രീതിയിൽ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മുകൾ വശത്തായിട്ട് നമുക്കൊരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കും IR ബ്ലാസ്റ്ററും ഒരു JBLൻ്റെ ഒരു എംബ്ലം കാണാം. അതുപോലെ തന്നെ സെക്കൻഡറി സ്പീക്കറും കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ യൂസ് ചെയ്തിരിക്കുന്നത്. 2 നാനോ സിം കാർഡാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുപോലെ തന്നെ ഒരു ഇന്റേണൽ മൈക്ക്, ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കറുകളിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഇതുകൂടാതെ IP53 റേറ്റഡോട് കൂടിയിട്ടുള്ള ഡസ്റ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ കൂടിയാണിത്. ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.78 ഇഞ്ചിൻ്റെ കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. ഫുൾ HD+ ആണ് റെസൊല്യൂഷന്. കോർണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഡിസ്പ്ലേയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1300 nits ആണ് ഇതിൻ്റെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വെളിയിലൊക്കെ പോയാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 393 പിക്സൽ പെർ ഇഞ്ചാണ് ഇതിൻ്റെ ഡെൻസിറ്റി. നല്ല ഷാർപ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ 10-bit ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നല്ല അത്യാവശ്യം കളർഫുൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള വൈബ്രന്റ് ആയിട്ടുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ ഡിസ്പ്ലേ ക്വാളിറ്റി വൈസ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. MediaTek Dimensity 7020 എന്ന് പറയുന്ന 5G ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 6 നാനോമീറ്റർ ടെക്നോളജിയിൽ ഒക്ടാ കോറിൽ 2.2 GHz ആണ് ക്ലോക്ക് സ്പീഡ് വരുന്നത്. ഇത്രയും ദിവസം യൂസ് ചെയ്ത ഒരു എക്സ്പീരിയൻസിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. യാതൊരു തരത്തിലുള്ള ലാഗിങ് ഇഷ്യൂ അല്ലെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂ അത്തരത്തിലുള്ള ഒന്നും ഇല്ലാതെ വളരെ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ എനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 8GB റാമിൽ 256GB എന്ന് പറയുന്ന വേരിയൻ്റാണ് അവൈലബിൾ ആകുന്നത്. അതിൽ തന്നെ LPDDR4X ആണ് റാം ടൈപ്പ് വരുന്നെങ്കിൽ UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 2.2 ആണ് വരുന്നത്. അപ് ടു 8GB വരെ നമുക്കിത് റാം എക്സ്പാൻഷൻ കൂടി ചെയ്യാൻ സാധിക്കുന്നതാണ്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭ്യമല്ല. അതുപോലെ തന്നെ കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്യുവൽ 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. 14ഓളം 5G ബാൻഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഡ്യുവൽ 4G LTE സപ്പോർട്ടാണ്. ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ ആ ഒരു വേർഷൻ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ NFC ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. IR ബ്ലാസ്റ്റർ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ നമ്മൾ ഐഫോണിൽ സിരി എന്നൊക്കെ പറയുന്ന തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് Folex എന്ന് പറയുന്ന ഒരു അസിസ്റ്റൻറ്റ് വോയിസ് അസിസ്റ്റൻറ്റ് കൂടി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്യാമറയുടെ ഈ ഒരു പിറകിലായിട്ട് നമുക്ക് ഹാലോ ലൈറ്റ് എന്നുള്ള രീതിയിൽ ഒരു RGB ലൈറ്റ് കാണാൻ സാധിക്കും. നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മ്യൂസിക് പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തൊക്കെ നമുക്കൊരു അത്യാവശ്യം ഒരു ഭംഗിയുള്ള ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു ഭംഗിയുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ഹാലോ ലൈറ്റ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നതാണ്. Android 14 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. XOS വേർഷൻ വരുന്നതും 14 തന്നെയാണ് വരുന്നത്. എനിവേ 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റുമാണ് ഈ ഒരു കമ്പനി ഒരു സ്മാർട്ട് ഫോണിൽ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ബ്ലോട്ട്വേഴ്സും ഹാർഡ്വെയർസും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. വളരെ കുറച്ച് ബ്ലോട്ട്വേഴ്സും കാര്യങ്ങളും മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു നീറ്റ് ആയിട്ടുള്ള ഒരു യൂസർ ഇന്റർഫേസ് എന്നുള്ള രീതിയിൽ തന്നെ പരിഗണിക്കാൻ പറ്റുന്ന ഒരു യൂസർ ഇന്റർഫേസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിവേ ഓവറോൾ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ 45 വാട്ടിന്റെ ചാർജർ നമുക്ക് ഇതിനോടൊപ്പം ലഭിക്കുന്നത്. എനിവേ 3 തരത്തിൽ നമുക്ക് ഈ ഒരു ചാർജിങ് സ്പീഡ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തത് സ്മാർട്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ ഫോണിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങൾക്ക് അനുസരിച്ചുള്ള രീതിയിൽ അതിൻ്റെ സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മൾ സ്മാർട്ട് മോഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഹൈപ്പർ മോഡാണ്. അതായത് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ സ്മാർട്ട് ഫോൺ ചാർജ് ചെയ്തെടുക്കുന്നതിനാണ് ഹൈപ്പർ മോഡ് എന്ന് പറയുന്നത്.
മൂന്നാമത്തത് ലോ ടെമ്പറേച്ചർ മോഡാണ്. അതായത് നമുക്കറിയാം മിക്ക സ്മാർട്ട് ഫോണുകളും ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു ഇത്തിരി ഹീറ്റ് ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ ഹീറ്റിംഗ് കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് പക്ഷേ ഒരു ഇത്തിരി ചാർജിങ് സമയം കൂടുതൽ എടുക്കുമെങ്കിലും അത് നമ്മുടെ ബാറ്ററി ലൈഫിനൊക്കെ നല്ല രീതിയിൽ തന്നെ ഉപകരിക്കുന്ന ഒരു മെത്തേഡായിട്ടാണ് ലോ ടെമ്പറേച്ചർ മോഡ് നമുക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 20 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഇതിൽ സപ്പോർട്ടാണ്. അതുപോലെ റിവേഴ്സ് വയർലെസ് ചാർജിങ് കൂടി ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ടാണ്. ഇനി ഇത്രയും ദിവസം യൂസ് ചെയ്ത എക്സ്പീരിയൻസിൽ ബാറ്ററി പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ലഭിക്കുന്ന തരത്തിലുള്ള നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ദിവസത്തിനടുത്ത് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. ഇനി അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു ദിവസത്തിന് മുകളിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. സൗണ്ട് ട്യൂൺഡ് ബൈ JBL ആണ്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്, ഭയങ്കര സൂപ്പർ ലൗഡി അല്ല, പക്ഷേ ഉള്ള സൗണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ സൗണ്ട് ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് വരുന്നത്. ഒപ്റ്റിക്കലാണ് സെൻസർ യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഫേസ് ലോക്കിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും വളരെ പെട്ടെന്ന് തന്നെ ഫേസ് ലോക്കും ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഇനി ഗെയിമിംഗ് പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ കോൾ ഓഫ് ഡ്യൂട്ടിയാണ് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോണിൽ കളിച്ചിട്ടുള്ളത്. ഏകദേശം 45 മിനിറ്റിന് മുകളിൽ ഞാൻ ഇതിൽ ഗെയിം കളിച്ചിട്ടുണ്ട്. 60 FPS എന്നുള്ള രീതിയിൽ തന്നെ സ്റ്റേബിൾ ആയിട്ട് നമുക്ക് അതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഫ്രെയിം ഡ്രോപ്പ് ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നല്ല ഫാസ്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇതിൽ ഗെയിം കളിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു പ്രോ ലെവൽ ഗെയിമിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കൂടി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ റേഞ്ചിൽ അല്ലെങ്കിൽ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിലും കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂ കാര്യങ്ങളൊന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ചെറുതായിട്ടുള്ളൊരു വാം മാത്രമേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളൂ. ഓവറോൾ ഗെയിമിംഗ് പെർഫോമൻസ് വൈസ് പറയാനാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിലെ ഒരു നിരാശപ്പെടുത്താത്ത ഒരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിക്കും. ക്യാമറയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 ക്യാമറയാണ് പിറകിൽ കാണാൻ പറ്റുക. അതിൽ 108 മെഗാ പിക്സലിൻ്റെ മെയിൻ ലെൻസും ബാക്കി 2 ലെൻസ് എന്ന് പറയുന്നത് 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസറും 2 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസർ മാത്രമാണ്. ഇനി റിയർ ക്യാമറയിൽ എത്തിയിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എനിക്കൊരു ഡീസൻറ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് തോന്നിയിട്ടുള്ളത് ഓവറോൾ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മെയിൻ ക്യാമറ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ ഒരു നാച്ചുറൽ കളർ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഒരു ഫോട്ടോസിലൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഡൈലൈറ്റ് പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഇവൻ HDR പെർഫോമൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും പോർട്രേറ്റ് ഫോട്ടോസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും ഈ ഒരു പെർഫോമൻസ് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നൈറ്റ് ഫോട്ടോഗ്രാഫി കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്രോ പെർഫോമൻസിൻ്റെ കാര്യം നമുക്കൊരു ജസ്റ്റ് ഓക്കെ എന്നുള്ള ലെവലിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അൾട്രാ വൈഡ് ലെൻസ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് വേണമെങ്കിൽ നമുക്കൊരു പോരായ്മയായിട്ട് തന്നെ പറയാൻ സാധിക്കുന്നതാണ്. എനിവേ സെൽഫി ക്യാമറയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ക്യാമറയിലും ഗംഭീരമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഡൈലൈറ്റ് പെർഫോമൻസ് ഒക്കെ അത്യാവശ്യം ഒറ്റ നോട്ടത്തിൽ നമുക്കൊരു അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഒരു ഇത്തിരി സോഫ്റ്റ്നെസ് നമുക്ക് മിക്ക ഫോട്ടോസിലും കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് ഡൈലൈറ്റിലാണെങ്കിലും HDR പെർഫോമൻസിലാണെങ്കിലും പോർട്രേറ്റിലാണെങ്കിലും അതുപോലെ തന്നെ ഈവൻ നൈറ്റ് ഫോട്ടോഗ്രാഫിയിലാണെങ്കിലും ഓവറോൾ ക്യാമറ പെർഫോമൻസ് വൈസ് പറയാനാണെങ്കിൽ നമുക്കൊരു ഡീസൻറ്റ് ക്യാമറ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസിനെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. റിയർ ക്യാമറ വീഡിയോ ഫുട്ടേജ് ആണിത്. 2Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ വരുന്നത്. നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇത്തിരി സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കളേഴ്സാണ്. HDR പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓവറോൾ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലെ മികച്ച ഒരു വീഡിയോ ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. സെൽഫി വീഡിയോ ഫുട്ടേജ് ആണ്. 2Kയിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം വീഡിയോ റെസൊല്യൂഷന്. സ്റ്റെബിലിറ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലും ബെറ്റർ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിക്ക് നമുക്ക് ഫുൾ HDയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ HDR പെർഫോമൻസും ഒക്കെ ലെവൽ പെർഫോമൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഓവറോൾ പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു എബോവ് ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ ക്വാളിറ്റി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇവിടെ ഖത്തറിൽ വരുന്നത് ഒരൊറ്റ മെമ്മറി വേരിയൻ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നിലവിൽ അവൈലബിൾ ആകുന്നത്. 8+256GB 1049 ഖത്തർ റിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 23,500 വരുന്നത്. അതുപോലെ തന്നെ 2 വർഷത്തെ വാറണ്ടിയാണ് നിലവിൽ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പനി. അതുകൊണ്ട് തന്നെ ഖത്തറിൽ നിന്നാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നതെങ്കിൽ ആ ഒരു 2 വർഷത്തെ വാറണ്ടി ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ ഇന്ത്യയിൽ 2 മെമ്മറി വേരിയൻസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആകുന്നത്. 8+256GB അതുപോലെ തന്നെ 12+256GB 22,500 അതുപോലെ തന്നെ 24,990 രൂപയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ പ്രൈസ് വരുന്നത്. അത് മാത്രമല്ല ഇന്ത്യയിൽ ഖത്തറിൽ ലഭിക്കുന്നതിനേക്കാളും അഡീഷണൽ ആയിട്ട് നമുക്കൊരു പവർ ബാങ്ക് വയർലെസ് പവർ ബാങ്ക് കൂടി ഇന്ത്യയിലെ വേരിയൻസിൽ ലഭിക്കുന്നുണ്ട് എന്നാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് മോശമില്ലാത്ത രീതിയിലുള്ള ഒരു ഗെയിമിംഗ് പെർഫോമൻസ് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. നല്ല രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ആണെന്ന് പറയാം.
ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസ് അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി ലൈഫൊക്കെ ലഭിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉചിതമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണോ ഈ ഒരു ഇൻഫിനിക്സ് നോട്ട് 40 Pro എന്നുള്ളത്. എനിവേ ഇന്നത്തെ എന്നും പറയുക പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ചാനലും വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമെന്ന് പരിഗണിക്കുക. എന്താണ് ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ആ ഒരു കാര്യം ദയവ് ചെയ്തൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.